അവര് ചിലപ്പോ നിന്നോട് അങ്ങോട്ട് വരാനും എന്തെങ്കിലും ചടങ്ങുകൾ ചെയ്യാനും പറഞ്ഞാ നീ എന്തു ചെയ്യും? താളം ചവിട്ടല് നടത്തി നിനക്ക് ആവശ്യമുള്ളത് നേടിയെടുക്കരുത്. അങ്ങനെ എന്തെങ്കിലും ചെയ്താ ആ ചടങ്ങിൽ വെച്ച് ഞാൻ വൈലന്റ് ആവും. എല്ലാ ചടങ്ങുകളും മുടങ്ങുകയും ചെയ്യും. പറഞ്ഞേക്കാം. ഇല്ല, ഞാൻ വരില്ല. ആ, വരാതിരുന്നാ എല്ലാവർക്കും കൊള്ളാം. ദുർഗെ, എത്തിയോ? ദുർഗെ, ഞാൻ എവിടെയെല്ലാം തിരക്കി. എന്താ ചേച്ചി? താനെന്താ ചടങ്ങ് നടക്കുന്നിടത്തേക്ക് വരാതെ ഇവിടെ വന്നിക്കുന്നേ? ഞാനും അതെന്നെ ചോദിക്കുമായിരുന്നു. ദുർഗ വരൂ. മോതിരം മാറുന്ന ചടങ്ങിന് മുമ്പ് ആരതി എടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. അത് പെൺകുട്ടിയുടെ വീട്ടിലെ മൂത്ത മകൾ ചെയ്യണം എന്നുള്ളൊരു രീതിയാ. അതാ ഞങ്ങളുടെ ഒരു രീതി. അപ്പൊ ദുർഗ വേണം അത് ചെയ്യാൻ. അത് ശരിയാ. വാ ദുർഗെ, നീ വേഗം വന്ന് ആ ചടങ്ങ് ചെയ്ത് തീർക്ക്. ഞാൻ വന്നാ ശരിയാവില്ല. അത് വേണ്ട. അതെന്താ? ദുർഗയോട് ആരെങ്കിലും അവിടെ വരരുതെന്ന് വല്ലതും പറഞ്ഞോ? ഇല്ലല്ലോ. പിന്നെന്താ വരാതെ നിക്കുന്നേ? താമൊന്ന് ചടങ്ങുകൾ ചെയ്യേ. അതല്ല ചേച്ചി, എന്റെ വിവാഹമൊന്നും ഇതുവരെ നടന്നിട്ടില്ലല്ലോ. അതിന്? അല്ല, ആ സ്ഥിതിക്ക് ഞാൻ ഇങ്ങനൊരു ചടങ്ങ് ചെയ്യുന്നത് ശരിയല്ലല്ലോ. അങ്ങനൊന്നും ഇല്ലടോ. കല്യാണം കഴിക്കാത്തവര് ചടങ്ങുകൾ ചെയ്യാൻ പാടില്ല എന്ന് ഒരു ശാസ്ത്രത്തിലും ഇല്ല. എന്നാലും അതൊരു ഐശ്വര്യക്കേടാ. അപ്പൊ ഞാനോ? ഞാൻ സെപ്പറേറ്റഡ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാനും ഐശ്വര്യക്കേടാണെന്ന് പറഞ്ഞ് മാറി നിൽക്കട്ടെ. അയ്യോ, ഇതൊക്കെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ്. താൻ വെറുതെ കോംപ്ലക്സ് അടിക്കാതെ വരാൻ നോക്ക് പ്ലീസ്. ചേച്ചി, എന്നെ നിർബന്ധിക്കരുത്. ഇത്തവണത്തേക്ക് എന്നെ ഒഴിവാക്കണം പ്ലീസ്. എനിക്ക് മെന്റലി സെറ്റ് ആവുന്നില്ല. വേറൊന്നും വിചാരിക്കരുത്. ശരി, എന്നാ പിന്നെ തന്റെ ഇഷ്ടം പോലെ ചെയ്യും. അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാനാ? ഷോ, പൂർണ്ണം ഇത്രയും നിർബന്ധിച്ചതല്ലേ? എന്തായാലും നിനക്കൊന്ന് വരാമായിരുന്നു ദുർഗെ. ഇനിയിപ്പൊ എന്ത് ചെയ്യും? ചടങ്ങ് എങ്ങനെ നടത്തും? അഞ്ജന ചെയ്താ മതിയോ? വേണ്ട, ഞാൻ തന്നെ ചെയ്തോളാം. അതെ അതെ, അതാ നല്ലത്.